അപ്പോൾ ഈ നമ്മളെന്താ പരിപാടി വെച്ചാൽ മണലിൽ കുഴിച്ചിട്ടിട്ട് ഇതിനെ ചുട്ടെടുക്കേണ്ട പ്ലാനാണ്. മണലിൽ ചുട്ട ബാർബിക്യൂ. അപ്പോൾ ഇതൊരു സൂപ്പർ ബീച്ച്. എല്ലാവർക്കും നമ്മുടെ ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബീച്ച്, ഖത്തറിലെ ഒരു ബീച്ച് പരിചയപ്പെടുത്താൻ പോവുകയാണ്. സിമൈസ്മ ബീച്ചാണ്. സിമൈസ്മയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ബീച്ചാണ്, പിക്നിക്കിന് പറ്റിയൊരു ബീച്ചാണ്. ഫാമിലി ഒപ്പം വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ ഇത് ദോഹയിൽ നിന്ന് ഒരു 40 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കുക്കിംഗ് ഒക്കെ ആയിട്ട് ഉള്ള പരിപാടിയാണ് അല്ലേ ബരീസ? അപ്പോൾ ഇതൊരു സൂപ്പർ ബീച്ചാണ്. ഇവിടെ പിക്നിക്കിന് ബെസ്റ്റായ ഒരു സ്ഥലമാണിത്. കളിക്കാനുള്ള പാർക്കുണ്ട്, പിന്നെ അധികം റഷില്ല. ഹായ്, എവരടെ? നീ കുളിക്കുന്ന ബീച്ചിൽ പോകുന്നില്ല? ബീച്ചിൽ പോകണ്ട? എന്താ? ഉപ്പുവെള്ളം കയറിയ വായില്. അപ്പോൾ ഈ നമ്മളെന്താ പരിപാടി വെച്ചാൽ മണലിൽ കുഴിച്ചിട്ടിട്ട് ഇതിനെ ചുട്ടെടുക്കേണ്ട പ്ലാനാണ്. മണലിൽ ചുട്ട ബാർബിക്യൂ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മസാല എല്ലാം വീട്ടിൽ നിന്ന് ഇട്ട് വന്നതാണ്. അപ്പോൾ അത് മസാല ഇടുന്നത് ഇതിൽ ഇടുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് അറിയൂല. അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് ഇതിന് വേണ്ട ചാർക്കോല് ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ബീച്ചിലെ ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടത് എന്താ വെച്ചാൽ വെള്ളത്തിന് ക്ലിയർ കുറവാണ്. അപ്പം കുളിക്കാൻ അത്ര മറ്റുള്ള ബീച്ചുകളെക്കാളും അത്ര നല്ലതല്ല. എന്നാലും ഉംസൈദ് ബീച്ച്, അൽഖാരിയ, ദുഃഖാം ബീച്ച് പോലെയല്ല. അവിടെ ഒന്നും നമുക്കൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പള്ളിയുണ്ട് നിസ്കരിക്കാൻ, പിന്നെ പാർക്കുണ്ട്, അതേപോലെ തന്നെ ടോയ്ലറ്റുകളുണ്ട്. ഒരു ചെറിയ പിക്നിക്കിന് ഏറ്റവും ബെസ്റ്റ് ഒരു ബീച്ച് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ചാർക്കോള് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് പൊറാട്ടയില് നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറാട്ടയിൽ പൊതിയാണ് ആദ്യം. അപ്പോൾ ഖത്തറിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കായുള്ളൊരു പരിപാടിയാണ് ബീച്ച്, പിന്നെ പാർക്ക്. വേറെ ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ഇല്ല. മാളുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എല്ലാ ആഴ്ചയും ഇങ്ങനെ മാളുകളിലേക്ക് പോകുമ്പോൾ അതിനൊരു വിരസത ഉണ്ട്. അപ്പോൾ ഖത്തറിൽ ഫാമിലിയോട് കൂടെ ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബീച്ചാണിത്. കാരണം ഇത് അധികം ദൂരമില്ല. ഇപ്പം ദുക്കാൻ പോകുകയാണെങ്കിൽ 100 കിലോമീറ്റർ അധികം ഉണ്ട്. അതേപോലെ തന്നെ അൽഖാരിയ ബീച്ച് പോകുകയാണെങ്കിൽ 89 കിലോമീറ്റർ അധികം ഉണ്ട്. അതേപോലെ തന്നെ ഉംസേദ് സീലൻ ബീച്ച് പോകുകയാണെങ്കിലും കുറച്ചധികം കിലോമീറ്റർ ഉണ്ട്. ഇത് ദോഹയിൽ നിന്ന് മാക്സിമം 45 കിലോമീറ്റർ ഇവിടത്തേക്കുള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ അപ്പോഴൊക്കെ അത് ഉള്ളൂ. ചിക്കൻ നമ്മൾ മണലിൽ ചുടുന്നില്ല. ചിക്കന് ചെറിയ കുക്കിംഗ് ചെറിയ ടൈം മതി. അതുകൊണ്ട് നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ ചിക്കൻ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല. നമ്മൾ പേക്കാക്കിയിട്ട് വേറെ ഒരാൾക്ക് കൊടുക്കുന്ന. അപ്പോൾ സമയം 2 മണിക്കൂർ കഴിഞ്ഞ് ഇരുടാവുകയും ചെയ്ത്. അപ്പം നമുക്ക് എടുക്കാം. എന്താ അവസ്ഥ എന്നറിയോ? ഒന്നിച്ചിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് പൊന്തിക്കുകയാണ്. ചൂടുണ്ട്.
പൊറാട്ട നല്ല അടിച്ച് പൊളിയായിട്ട് ഉണ്ട്. എന്ത് പൊറാട്ട നമ്മൾക്ക് ഷോപ്പിൽ പോയാൽ കിട്ടുക? പൊറാട്ട നല്ല കിഴി പൊറാട്ട ആയിട്ടുണ്ട്. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലുമ്പോൾ നടക്കോ ഇത് ഇട്ടുപോയി. അപ്പം വെളിച്ചം എത്ര ഉണ്ടോയെന്ന് അറിയില്ല. കണ്ടോ എല്ലുമ്പോൾ നടക്കാം. ഇതിൻ്റെ ഇത് അടർന്നു പോയി. അപ്പം മട്ടൻ നല്ല അടിച്ച് പൊളി വെന്തുണ്ട്. പൊറാട്ട അതോടൊപ്പം ഒരു പീസ് മട്ടനും. മട്ടൻ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു പീസും പൊറാട്ടയും ഒരു പീസ് മട്ടനും. മട്ടൻ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് മട്ടൻ മാത്രം എടുത്ത് കഴിക്കുകയാണ് ഞാൻ. മണലിൽ നിന്ന് വെന്തോണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും അടിപൊളി. മട്ടൻ്റെ അവസ്ഥയത് എല്ല് മാത്രമായി. മട്ടൻ എങ്ങനെയുണ്ട് വരിസ? എനിക്ക് ഇഷ്ടപ്പെട്ടിക്കോ? അപ്പം ഇന്ന് നമ്മളോട് വേറെ ആരുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ അവിടെ തിരക്ക് കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായില്ല. അന്ന് അളിയൻ ഉണ്ടായിരുന്നു. അളിയന് കൂട്ടിയായി പോയി. പക്ഷേ അളിയൻ ഇത് കഴിക്കാനുള്ള യോഗം ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടി വരീസ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുപോലെ ഖത്തറിലെ എല്ലാവിധ സ്ഥലങ്ങളും മറ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.